അപ്പോൾ നമ്മൾ കളർ ഡ്രസ് എടുത്താൽ ഇത് ജാക്കറ്റ് നമ്മളങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. എന്താണ് ലേറ്റ് ആവുമല്ലോ, 7 മണിയായി. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ജിദ്ദയ്ക്ക് പോവാണ്. പോണ വഴിക്കെല്ലാം വീട് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കുന്നതാണ്. ഇപ്പോൾ ഏതായാലും ജിദ്ദയ്ക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചു. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് അജ്മലിനെ കണ്ട ഒരു ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോവാന്ന് വിചാരിച്ചേക്കുവാണ്. നമ്മൾ ഇറങ്ങി. നല്ല തണുപ്പുണ്ട് പുറത്ത്. എന്നാലും തണുപ്പുണ്ടെങ്കിലും പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പൊ പോണ വഴിക്ക് വെള്ളമൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് കാണാം. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്തൊരു ഗ്രേപ്പ് വൈൻ യാർഡുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അറിയില്ല തുറന്നിട്ടുണ്ടോന്നൊന്നും അറിയില്ല. ഓപ്പൺ ആണെന്നാണ് ഇതിനകത്ത് കാണിച്ചേക്കണം. അടിപൊളിയൊക്കെ കാണിച്ചിട്ടുണ്ട്. സീസൺ ആണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ലക്ക് പോലെ ഇരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഹിമയ്ക്ക് എന്റെ നാണം വരുന്നു. ഹിമ എങ്ങനെയുണ്ട്? ഹിമ ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് നാണം വെച്ചോണ്ടിരിക്കുകയാണ് കാണുന്നത്. ഇവിടെ ഒരു പാണ്ട ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പാണ്ട ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടെന്നാണ്. സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതെങ്കിലും നല്ല തണുപ്പാണ്. ചൈന വന്നതിൽ വൈകി പോലെ വൈകണമെങ്കിൽ ടൗൺ വിട്ടിട്ടാണ് ഫാം. അപ്പൊ നമുക്ക് ഇച്ചിരി യാത്രയുണ്ട്. In 600 meters, turn right. നമ്മള് മതിയായ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി താഴെ വന്നത് ഇവിടെ ഗ്രേപ്പ് വൈൻ യാർഡ് കാണുന്നതാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഫ്രൈഡേ അല്ല സാറ്റർഡേ ആയതുകൊണ്ട് ആളുണ്ടോന്നൊന്നും അറിയത്തില്ല. എഴുതി വെച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നോക്കാൻ പോയിക്കോണായിരുന്നു. നിറച്ചുണ്ട്. ഇതൊരു മതിയായ മലയുടെ ഇടയ്ക്കാണ് ഈ സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് മാപ്പ് വെച്ച് വന്നോണ്ട് അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടെന്നൊന്നും. ഒട്ടും അറിയാൻ പറ്റില്ല. ഉള്ളിലാണ്. നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി. അവിടെ ആരെങ്കിലും ഉണ്ടോ അത് പോയി നോക്കി വെച്ച് വേണം നമുക്ക്. ഇപ്പം വലിയ തണുപ്പൊന്നുമില്ല. അത്യാവശ്യം കണ്ടോളാൻ പറഞ്ഞു. നല്ല നീണ്ടു നിൽക്കുന്ന വിശാലമായിട്ടൊരു മലയുടെ ഇടയ്ക്ക് നല്ല ഭംഗിക്ക് എടുക്കണ്ട. ആരാണ്ട് മുകളിൽ നിന്ന് വിളിക്കുമ്പോൾ തോന്നി. പക്ഷേ പട്ടിയാന്ന് തോന്നണു. ഇത് വാട്ടർ ടാങ്കാണ്. അപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടാന്ന് തോന്നുന്നു. ഇത്രയും ഇതിൽ അടിയിലിട്ടാണ്. ഇതിനകത്ത് വാട്ടറാന്ന് തോന്നുന്നു കണ്ടിട്ട്. അറിയത്തില്ല എന്നാന്ന്. എന്നാപ്പേ ഓ പക്ഷെ ഇതെല്ലാം ഒരുക്കിയിട്ടിട്ടുള്ളൂ. മുന്തിരിയുടെ സീസൺ അല്ലല്ലോ ഇത്. മുന്തിരിയാണോ? ഭയങ്കര. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ തന്നെ ഫാമൊക്കെ സെയിം തന്നെയാ. പുഷ്ടിമയുണ്ട്. തോട്ടം ഒരുക്കി. മുന്തിരി ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. ഇവിടെ ഗ്രേപ്സിൻ്റെ സീസണല്ല. 6 months കൂടെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പൊമഗ്രനേറ്റൊക്കെ ഉണ്ടായി. ചെറുതായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊരു വലിയ ഒലിവിൻ്റെ മരമാണ്. പിന്നെ അവിടെയൊക്കെ
ഗ്രേപ്സിൻ്റെ തയ്യ് ഉണ്ടാക്കി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല, നമ്മൾ തിരിച്ചു പോവാണ്. ബാ, ഹിമ പഠിച്ചു കയറുന്നു. നിന്നെ കൂട്ടാണ്ട് ആരെങ്കിലും പോവോ? നമ്മൾ വന്ന വഴിയാണ്. ദുർഗം പിടിച്ച് ഈ മലയുടെ മുകളിൽ നമുക്ക് കയറണം. പക്ഷെ ശരിക്കും പറഞ്ഞപ്പോൾ വന്നപ്പോൾ ശരിക്കും പേടിയും മാപ്പ് വെച്ചേക്കണോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓരോ വണ്ടിക്ക് മാത്രം നല്ല അത്യാവശ്യം കുത്തനെയുള്ള ഗേറ്റാണ്. ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് തൊട്ടപ്പുറത്താണ് ഇപ്പം ഗ്രേപ്സിന് 6 months കൂടെ പിടിക്കും സീസൺ ആവാനായിട്ട്. അപ്പോൾ ഒന്നുമില്ല. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എല്ലാം ഉള്ളൊരു ഫാം ഉണ്ടെന്ന്. ഭയങ്കര സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ മതിയായ കൊക്കയാണ്. മതിയായ കൊക്ക, സ്പേസ് ഇല്ലാത്ത വഴി. ഇവിടെ ശരിക്കും നമ്മൾ കാസറ്റ്സ് ഒക്കെ കണ്ട പോലെ തന്നെ മധുരമൊക്കെ പന്തേക്കട ഇങ്ങനെ ചുമ്മാ കരിക്കാൻ വെച്ചിട്ട് പന്തേക്കണ. നമ്മൾ മുകളിലേക്ക് തിരിച്ചു പോവാല്ലേ, എന്നിട്ട് അവിടെ നിന്ന് കണ്ട ശരിക്കും തന്നെ ഇവര് കൊണ്ടുവച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ താമസമൊന്നുമില്ല, എല്ലാം പൊളിഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യുക. മുകളിലൊക്കെ അങ്ങനെ കല്ല് വെച്ചുള്ള വീടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് പോയേക്കണം കണ്ടോ, അത് പുറത്തേക്കടെ ലൈൻ പോയേക്കണ സ്റ്റെപ്പാണ്. അപ്പം അവരൊക്കെ മിക്കവാറും താഴത്തേക്ക് ഇറങ്ങിയത് ഇവിടെ എവിടെയൊക്കെ ആയിരിക്കും അവരുടെയൊക്കെ വീടുകൾ.
കഴുത. അങ്ങനെ ഹന്നനെ കണ്ടുപിട്ടിരിക്കുന്നു. ഹന്ന പുറത്ത് നിന്ന് ഹിമാനെ കണ്ടോണ്ടിരിക്കുന്നു. പോയി മുറിഞ്ഞിട്ടുണ്ടോ? ബൈ ബൈ. In 600 meters, take the ramp to King Abdulaziz Road, Route 15. ഈ വഴിയാണ് വിളിക്കണേ. Turn right onto the ramp. Continue on King Abdulaziz Road for 2 kilometers. നമ്മൾ അടുത്ത ഫാമിലേക്ക് കയറുവാണ്. ഇതിനകത്തെല്ലാം ഉണ്ടെന്നാണ് കാണിച്ചേക്കണേ മാപ്പില്. നമ്മള് മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഇടവഴി കയറിയിട്ടുണ്ട്. ഇതും ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട്. മിക്കവാറും ഈ കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലേക്ക് ഇറങ്ങണമായിരിക്കും. മലകളുടെ ഇടയ്ക്കാവാനാണ് ചാൻസ്. പക്ഷെ എല്ലാ സംഭവങ്ങളും ചിലൊരു സിറ്റിയിലേക്ക് പോലെ തോന്നുന്നുണ്ട്. ഈ ഇറക്കത്തിലാണ് എഴുതി വെച്ചത് വെള്ളം. ഈ മലക്കകത്താണ്. മലയുടെ അകത്തേക്ക് കാണണം. താഴെയൊക്കെ അത്യാവശ്യം വലിയ സിറ്റിയാണ്. നല്ല ഇറക്കമാണ്. ഇവിടെയല്ലേ കാണുന്നത്? 700 മീറ്റർ. In 600 meters, turn right. ഈ മലക്കകത്ത് Turn right. അത്യാവശ്യം വലിയ സിറ്റിയാണ്. കയറ്റം. ഓ In 500 meters, slight right. സമയത്ത് പറഞ്ഞ് ഒരു മിനിറ്റ് 2 2 മിനിറ്റ് കൊണ്ട് എത്തും മാപ്പില്. Slight right. താഴത്തേക്കല്ലേ? ഓ ഈ വഴിയിൽ നിന്ന് താഴത്തേക്കാണ്. നോക്കി നോക്കി പോയാലും ഈ താഴത്തേക്ക് വഴി ഇട്ടോ നോക്കണം. ഇത് Continue for 800 meters. താഴെയൊക്കെ നല്ല പച്ചപ്പുണ്ട്. ഞാനൊന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങളുടെ ഏഷ്യൻ്റെ താഴേക്കല്ലേ? നല്ല കുത്തനെയുള്ള ഇറക്കം. മറ്റേ ഇറക്കം പോലെ തന്നെ നമ്മള് ഇറങ്ങിയാലേ ഇതൊക്കെ സ്പീഡുകളൊക്കെ ഉണ്ട്. പക്ഷെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഏമ്പൊക്കെ കഴിക്കുമ്പോഴേക്കും ഇപ്പോഴാണ് പോണേ. ആ വഴിയില്ല. ഇവിടെ അടച്ചേക്കുക. പോയി നോക്കാം. ഗൂഗിൾ ഒന്നിച്ച് പറ്റിച്ചല്ലോ. പക്ഷെ അവിടെ ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. താഴേക്ക് വഴിയുണ്ട്. താഴേക്ക് വഴിയുണ്ട്. പക്ഷെ ഇവിടെ
ടാറിട്ട റോഡല്ല കേട്ടോ. ഇറങ്ങി നടന്നു നോക്കിയാലോ. നിറച്ച് കിളികൾ പറന്നുകൊണ്ട് ഒരു ഉണങ്ങി കരഞ്ഞേക്കുമല്ലോ. വഴിയില്ല. അപ്പൊ നമ്മളെ മോളിൽ നിന്ന് കണ്ടതല്ലേ. ഇതെവിടെ കണ്ടോണ്ടാക്കിയത്? In 200 meters, turn left. തിരിച്ചേറാൻ ഇവിടെ താഴെ ഇറങ്ങിയിട്ട് എന്റെ തിരിച്ച് തുടങ്ങി തന്നെ കയറണം. Then turn right. യേശുവാണ് ലെഫ്റ്റ് റൈറ്റോ? ഇതായിരിക്കും ഗേറ്റ്. താഴെ ഉണ്ടാവും. ഇറങ്ങി നോക്കാം. അടച്ചൊക്കെ ഇട്ടേക്കുവാ. ഇറങ്ങി നോക്കിയാ ചേർത്തെ. ഇവിടെ മാവുണ്ട്, പേരയുണ്ട്. പേരക്കൊക്കെ ഉണ്ടായി കിടക്കണ്ട കേട്ടോ നന്നായിട്ട്. പിന്നെ ഇവിടെ തക്കാളിയൊക്കെ നല്ല ചുമന്ന് ചേർത്ത് ചുമക്കാണ്ടും പച്ചത്തക്കാളിയൊക്കെ ഉണ്ടായി കിടക്കണ്ട. അവിടെ വീടുണ്ട്. ആ വീട്ടിൽ ആളിരിക്കണം. നമുക്ക് പോയി ചോദിക്കാൻ കണ്ടോട്ടേന്ന്. ഓറഞ്ചുണ്ട്, നാരങ്ങയുണ്ട്, ഒലീവ്സ് ഉണ്ട്. പിന്നെ മീൻകുളമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പുള്ളിക്ക് അധികം മിണ്ടാൻ താല്പര്യമില്ല. എങ്ങനെ പോവും? നീ നാരങ്ങ അപ്പടി കിളി ഒത്തിക്കൊണ്ട് പോകണോ? ആ പൂച്ച. മുന്തിരി തോട്ട. ആടുണ്ട്. कितना साल है इधर? तो खाना ऐसे रख के इधर कौन आएगा? कुबूस के इधर मालिक आएगा? പേരുണ്ട്. പേര് അടക്കണുണ്ട്. ഇതൊരു തൊലിയാണ്.
ആടിൻ്റെ ചെറിയ ആടുണ്ട്. അപ്പോൾ പണ്ടി കാട്ടിക്കൂടെയൊക്കെ നടക്കുമ്പോൾ എന്താ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചുകൊണ്ട് പോകണമാണിത്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്തുനിന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നല്ലോ. പക്ഷെ പെപ്സി കുപ്പിയുടെ ഇതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അറിയില്ല, ഇതിനകത്ത് വെള്ളമൊക്കെ കിടക്കണുണ്ട്, വെള്ളം ചാടി കിടക്കണുണ്ട്. ഉപയോഗിക്കണ്ടെന്ന് അറിയത്തില്ല, പുള്ളി പറഞ്ഞ് മനസ്സിലായില്ല. ചോദിക്കും തണുപ്പ്, നല്ല തണുപ്പ് വെക്കും ഇതിനകത്ത്. അപ്പടി ഒലീവ് തോട്ടങ്ങളാണ്, ഒലീവായി നിൽക്കണം അപ്പടി. അവിടെ ഓറഞ്ച് ഉണ്ട്, പേരുണ്ട്, ഇത് ഗ്രേപ്സ് ആണ്, പേരൊക്കെയുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ ആടുണ്ട്, പട്ടി ഉണ്ടാവാണ്ടിരുന്നത്, കോഴിയുണ്ട്. കോഴിക്കൂടാട്ടോ ഇത്. എനിക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇറങ്ങി. എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഇതൊരു തോടാന്നാണ് തോന്നണേ. മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം പോകാൻ പാകത്തിനൊരു ചാല് കീറിയേക്കണാണ് ഇവർ. അല്ലെങ്കിൽ പിന്നെ പാടല്ലേന്ന് ഓർത്തിട്ട് ഇങ്ങോട്ടേക്ക് അപ്പുറം മോളിക്കൂടെ ഇറങ്ങുമായിരിക്കും ചിലപ്പോൾ. കാരണം അവിടെയല്ലേ തോട്ടം മൊത്തം. ഇത് അറിയില്ല, എന്തോ തൈയൊക്കെ ഉണ്ട്. ഇതാണ് ഒലീവ്സ്, ഒലീവിൻ്റെ തൈകളാണിത്. വലിയ മരമൊന്നുമല്ല, തൈ. ഇതിനകത്തൊക്കെ ഒത്തിരി ഒലീവ് ഉണ്ട് അവിടെ. ഒലീവ് ഇവിടെ ചെറുതായിട്ട് ഉണ്ടായി കിടക്കണുണ്ട് ഒലീവ്. ഇത് ബ്രൗൺ ഒലീവാണ്, ബ്ലാക്ക്. ഇത് പക്ഷേ നമ്മൾ പറിച്ചിട്ട് കാര്യമൊന്നുമില്ല, നല്ല കയ്പ്പായിരിക്കും. ഇതിവര് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇവര് കഴിക്കാനായിട്ട് ഉണ്ടാക്കണം. ഉപ്പിലൊക്കെ ഇട്ടിട്ട് ഒലിവ് ഓയിൽ പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണം. കാരണം ഇത് ഭയങ്കര കയ്പ്പാണ് ഈ സാധനത്തിന്. ഇതൊക്കെ ഉണ്ട്, ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വേറെ തോട്ടങ്ങൾ. അമ്മേ പപ്പ വീണു, വീണു. ഇത് സ്ട്രോബെറിയുടെ ഇതിനകത്ത് പൂവൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇവിടെ ഓറഞ്ചിൻ്റെ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഓറഞ്ചൊക്കെ കേടാണ്. ഈ കാണിച്ച് നന്നായിട്ട് പഴുത്താന്നോ, അതെങ്ങനെ തൊലി പോയില്ലോ. നമ്മുടെ ഗാവ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെ. ഗാവ ഫാമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ബബ്ലൂസ് നാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കണുണ്ട്. ഒരു മിനിറ്റ്. വീഴാണ്ട് ഓട്ടോ. ഇങ്ങനെ പിച്ചേക്കടെ കയറി പോവാ. നമ്മളങ്ങനെ ഫാം വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് പോന്നു, കാരണം നമുക്ക് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. 9:30 സമയം. നമുക്ക് ഇനിയിപ്പോൾ പോണ വഴിക്ക് എയിൻ വില്ലേജിലൊന്ന് കയറാമെന്ന് വിചാരിക്കണം. അപ്പോൾ അവിടെ 9 മണിക്ക് ഓപ്പൺ ആവും. പിന്നെ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗാവയുണ്ട്, പേരുണ്ട്, പിന്നെ ലെമൺ ഉണ്ട്, ഒലീവ്സ് ആണ് മെയിനായിട്ട്. ഓറഞ്ച്, സ്ട്രോബെറി,
പിന്നെ ബബ്ലൂസ് നാരങ്ങയുണ്ട്, മൊസമ്പിയുണ്ട്, പിന്നെ അങ്ങനെ ആട്, കോഴി, താറാവ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, തക്കാളിയുണ്ട്. പിന്നെ എല്ലാത്തിനും തൈകളുണ്ട്, മുരിങ്ങ, വാഴയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ തൈകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നല്ല തണുപ്പാണ് അവിടെ, കാലാവസ്ഥയൊക്കെ നല്ല സുഖമാണ്. പക്ഷെ നമുക്കവിടെ ഒത്തിരി അങ്ങനെ വലിയ ഫാം എന്ന് പറഞ്ഞാൽ, പിന്നെ മുന്തിരിയുടെ സീസണൊക്കെ ആകുമ്പോൾ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാനുള്ള അവിടെ അതിനുള്ളതൊന്നുമില്ല. മാക്സിമം ഒരു അരമണിക്കൂർ നമുക്ക് പുള്ളി സന്തോഷ സൂചകമായിട്ട് എല്ലാം കുറച്ച് തന്നുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വഴിയിലേക്ക് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ ജദ്ദ റൂട്ട് പിടിക്കാൻ പോവാണ്. അപ്പോൾ പക്ഷെ ഭയങ്കര ദുർഘടം പിടിച്ച വഴിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറാനായിട്ട് ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് വന്ന്, എന്നാലും റിസ്ക് എടുത്ത് ആരും ഇറങ്ങാൻ നോക്കില്ല. വണ്ടി നല്ലതാണെങ്കിലൊക്കെ വന്നിട്ട് ഇറങ്ങാൻ പറ്റും. വലിയ മീൻസ് ഇങ്ങനെ എന്താ ഓണറെ കണ്ടു. ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ്, നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. എങ്ങോടാ, എന്തിനാ ഇവിടെ എന്നാ പുള്ളിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഫാം ഉണ്ടെന്ന് കണ്ടിട്ട് വന്നാന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് സന്തോഷമായി. പുള്ളി ഒക്കെ കണ്ടു കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ കൂടെ പോരാനൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊന്നും കണ്ടതായതുകൊണ്ട് പിന്നെ ഇനി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അവിടെ ഇരിക്കുന്നത് ലക്നൗന്നുള്ളൊരു പുള്ളിയാണ് ഇരിക്കണത് അവിടെ ഫാമിൽ. പിന്നെ വേറൊരാളൂടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഓണറിൻ്റെ കൂടെ ഒരു നല്ല പ്രായമുള്ള മനുഷ്യനാണ്. പക്ഷെ പുള്ളി തന്നെയാണ് പുള്ളിയുടെ മറ്റേ വണ്ടി ഓടിച്ച് എന്നാ ആ വഴിക്കടെ 4x4 ഒക്കെ ഓടിച്ചുകൊണ്ട് വന്നത്. നല്ല പ്രായമുള്ള മനുഷ്യനാണ്. മെയിൻ ഹെറിറ്റേജ് വില്ലേജ് ഇവിടുന്ന് 25 കിലോമീറ്ററിലാണ് പറഞ്ഞേക്കണേ. ഇത് 22ാമത്തെ ടണലാണ് താഴേക്ക്. ഇത് 22ാമത്തെ ടണൽ. ഇനി 21ാമത്തെ വരും. ഇതിന്റെ കാണുന്ന 21ാമത്തെ ടണല്. ഞങ്ങള് ചെവി അടയുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കണം. നമുക്ക് ജദ്ദ താഴെയാണ്, കടല് താഴെയാണല്ലോ. ജദ്ദ കടൽ തീരമാണ്. ഇതിപ്പം ഇവിടെ എഴുതി വെച്ചാൽ 21ാമത്തെ ടണലാണിത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇനി 20 ടണലിനോട് ഇറങ്ങണം. അതിന്റെ അപ്പുറത്തെ 20ാമത്തെ ടണല് ചെറുതാണ്. 19ാമത്തെ ടണല് അത്യാവശ്യം വലിപ്പമുണ്ട്. കുറെ കാര്യങ്ങളുണ്ടോ. ഒന്ന് ഈ മണ്ണിടിച്ചിലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ മൊത്തം കയറിയിട്ടുണ്ടാവും. വേറൊരു ഇതാണ്.